ഹായ് എവരി വൺ, എല്ലാവർക്കും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ PSC ചോദ്യം ചോദിക്കുന്ന എക്സിറ്റു കൺസർവേഷനും ഇൻസിറ്റു കൺസർവേഷനുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം അതിൽ നിന്ന് ഒരു PSC ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹിർസ്ഥല സംരക്ഷണ രീതി അതായത് എക്സിറ്റു കൺസർവേഷൻ ഏതാണ്, അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹിർസ്ഥല സംരക്ഷണ രീതി അല്ലാത്തത് ഏത്, എക്സിറ്റു കൺസർവേഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മൃഗശാല, ഓപ്ഷൻ ബി സസ്യോദ്യാനം, ഓപ്ഷൻ സി ദേശീയോദ്യാനങ്ങൾ, ഓപ്ഷൻ ഡി സഫാരി പാർക്കുകൾ. ഇതിൻ്റെ ആൻസർ ദേശീയോദ്യാനങ്ങളാണ്, നാഷണൽ പാർക്സ് ആണ്. അതെന്താ നമുക്ക് അവസാനം വന്നിട്ട് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ആദ്യം നമുക്ക് ഇൻസിറ്റു കൺസർവേഷൻ നോക്കാം. ഇൻസിറ്റു കൺസർവേഷൻ എന്താണ്? ഇൻസിറ്റു കൺസർവേഷൻ ജീവികളെ പ്രകൃതിദത്തമായ പരിതസ്ഥിതിയിൽ സംരക്ഷിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇൻസിറ്റു സംരക്ഷണം എന്നറിയപ്പെടുന്നു. അവ ജീവിക്കുന്ന സ്ഥലത്ത് വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, ബയോസ്ഫിയർ റിസർവുകൾ എന്നിവ സ്ഥാപിച്ചുകൊണ്ട് ഇവയെ സംരക്ഷിക്കുന്നു. ആദ്യത്തെയാണ് ഇൻസിറ്റു കൺസർവേഷൻ. അതായത് ജീവികളെ അവ ജീവിക്കുന്ന പ്രകൃതിദത്തമായ സാഹചര്യത്തിൽ സംരക്ഷിക്കുന്നു. ഇപ്പോൾ വരയാട്, നീലഗിരി താടെന്നറിയപ്പെടുന്ന വരയാട്, അവയെ സംരക്ഷിക്കാനായിട്ടാണ് ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കി. അന്നേരം ഒരു ജീവി ജീവിക്കുന്ന പരിതസ്ഥിതിയിൽ തന്നെ അതിനെ സംരക്ഷിക്കുന്നു. അതാണ് ഇൻസിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻസിറ്റു കൺസർവേഷൻ ജീവികളെ പ്രകൃതിദത്തമായ പരിതസ്ഥിതിയിൽ സംരക്ഷിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇൻസിറ്റു സംരക്ഷണം എന്നറിയപ്പെടുന്നു. ഇപ്പോൾ നീലഗിരി താടെന്നറിയപ്പെടുന്ന വരയാടുകളെ സംരക്ഷിക്കാനായിട്ടാണ് ഇരവികുളം ദേശീയോദ്യാനം. ഒരു ജീവിയെ അതിൻ്റെ പ്രകൃതിദത്തമായ സാഹചര്യത്തിൽ തന്നെ സംരക്ഷിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇൻസിറ്റു സംരക്ഷണം എന്നറിയപ്പെടുന്നു. അവ ജീവിക്കുന്ന സ്ഥലത്ത് വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, ബയോസ്ഫിയർ റിസർവുകൾ എന്നിവ സ്ഥാപിച്ചുകൊണ്ടാണ് അവയെ സംരക്ഷിക്കുന്നത്. നാളെ ഒരു ചോദ്യം ചോദിക്കുക, ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും ബയോസ്ഫിയർ റിസർവുകളും എന്തിനുദാഹരണമാണ് എന്ന് ചോദിച്ചാൽ ഇൻസിറ്റു കൺസർവേഷൻ. അതായത് ഒരു ജീവി എവിടെയാണോ അതിൻ്റെ ആവാസ വ്യവസ്ഥ അവിടെ വെച്ച് തന്നെ അതിനെ സംരക്ഷിക്കുന്നു. ഇനി അടുത്തയാണ് ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണങ്ങൾ. ഒന്ന് കമ്മ്യൂണിറ്റി റിസർവുകൾ. ഒന്നാമത്തെയാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. കമ്മ്യൂണിറ്റി റിസർവ് എന്തിനുദാഹരണമാണെന്ന് ചോദിച്ചാൽ ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണമാണ്. എന്താണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് ചോദിച്ചാൽ നമ്മൾ കടലുണ്ടി വള്ളിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന്. അന്നേരം എന്താണ് കമ്മ്യൂണിറ്റി റിസർവ്? ജനങ്ങളുടെ സഹകരണത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കമ്മ്യൂണിറ്റി റിസർവ്. അതുപോലെ തന്നെ കാവുകൾ ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ്. ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഇൻസിറ്റു കൺസർവേഷനാണ്. ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണമാണ് പശ്ചിമഘട്ട ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണമാണ്. ഒരു PSC ചോദ്യമുണ്ട്, പശ്ചിമഘട്ടം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 2012. അത് PSC ചോദ്യമാണ്. പശ്ചിമഘട്ടം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 2012. പശ്ചിമഘട്ടം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 2012. അടുത്ത ദേശീയോദ്യാനങ്ങൾ, നാഷണൽ പാർക്ക് ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണമാണ്. അന്നേരം ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണം കമ്മ്യൂണിറ്റി റിസർവുകൾ, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ എന്നിവ ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണമാണ്. അടുത്തയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. എക്സിറ്റു കൺസർവേഷൻ ബഹിർസ്ഥല സംരക്ഷണ രീതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എക്സിറ്റു എന്ന് പറഞ്ഞാൽ പുറത്ത്, ബഹിർസ്ഥല സംരക്ഷണ രീതി എന്നാണ് എക്സിറ്റു കൺസർവേഷൻ അറിയപ്പെടുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക വാസസ്ഥലത്തിന് പുറത്ത് സംരക്ഷിക്കുന്ന രീതി. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ അവയുടെ സ്വാഭാവിക വാസസ്ഥലത്തിന് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റ് കൺസർവേഷൻ. ഉദാഹരണം ജീൻ ബാങ്കുകൾ എക്സിറ്റ് കൺസർവേഷൻ ഉദാഹരണമാണ്. വിത്തുബാങ്കുകൾ എക്സിറ്റ് കൺസർവേഷൻ ഉദാഹരണമാണ്. മൃഗശാലകൾ എക്സിറ്റ് കൺസർവേഷൻ ഉദാഹരണമാണ്. ബൊട്ടാണിക്കൽ ഗാർഡനുകൾ എക്സിറ്റ് കൺസർവേഷൻ ഉദാഹരണമാണ്. അന്നേരം എക്സിറ്റ് കൺസർവേഷൻ എന്താ? ബഹിർസ്ഥല സംരക്ഷണ രീതി എന്നറിയപ്പെടുന്നു.
വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക വാസസ്ഥലത്തിന് പുറത്തു കൊണ്ടുപോയി സംരക്ഷിക്കുന്ന രീതി. ഇപ്പോൾ ജീൻ ബാങ്ക്, അതുപോലെ തന്നെ വിത്ത് ബാങ്ക്, മൃഗശാലകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, അതുപോലെ തന്നെ സഫാരി പാർക്കുകളൊക്കെ ഇപ്പോൾ ലയൺ സഫാരി പാർക്കുകളൊക്കെ എക്സിറ്റ് കൺസർവേഷൻ ഉദാഹരണമാണ്. ഇപ്പോൾ കേരളത്തിലെ ലയൺ സഫാരി പാർക്കാണ് നെയ്യാർ അല്ലേ. കേരളത്തിലെ ലയൺ സഫാരി പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നെയ്യാർ. കേരളത്തിലെ ലയൺ സഫാരി പാർക്കൊക്കെ എക്സിറ്റ് കൺസർവേഷന് ഉദാഹരണമാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലയൺ സഫാരി പാർക്ക് ഇറ്റാവ ലയൺ സഫാരി പാർക്ക് ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലയൺ സഫാരി പാർക്ക് ഇറ്റാവ ലയൺ സഫാരി പാർക്ക് ഉത്തർപ്രദേശാണ്. കേരളത്തിലെ ലയൺ സഫാരി പാർക്ക് നെയ്യാറാണ്. എന്നിട്ട് നമുക്ക് ഇനി വീണ്ടും ഇപ്പോൾ ഇൻസിറ്റു എക്സിറ്റ് മനസ്സിലായി കാണും. വീണ്ടും നമുക്ക് ആ PSC ചോദ്യത്തിലേക്കൊന്ന് കടക്കാം. ആ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് PSC ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹിർ സ്ഥല സംരക്ഷണ രീതി അല്ലാത്തത്, എക്സിറ്റ് കൺസർവേഷൻ അല്ലാത്തത് നമുക്കറിയാം. മൃഗശാല എക്സിറ്റ് കൺസർവേഷനാണ്. സസ്യോദ്യാനം എക്സിറ്റ് കൺസർവേഷനാണ്. ദേശീയോദ്യാനങ്ങൾ ഇൻസിറ്റുവാണ്. സഫാരി പാർക്കുകൾ എക്സിറ്റ് കൺസർവേഷനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലയൺ സഫാരി പാർക്ക് ഇറ്റാവ സഫാരി പാർക്ക് ഉത്തർപ്രദേശ്. കേരളത്തിലെ ലയൺ സഫാരി പാർക്ക് നെയ്യാർ. ഇൻസിറ്റു ഒരു ജീവജാലത്തെ അതിൻ്റെ പ്രകൃതിദത്തമായ സാഹചര്യത്തിൽ സംരക്ഷിക്കുന്നു. എക്സിറ്റു വംശനാശ ഭീഷണി നേരിടുന്ന അവയൊക്കെ പുറത്തു കൊണ്ടുപോയി സംരക്ഷിക്കുന്നു. നമ്മളിത് കുറച്ച് സമയത്തിനുള്ളിലാണ് ഒരു ടോപ്പിക്ക് തീർക്കുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്നാണ് വിശ്വാസം. ഇതിൽ നിന്ന് PSC പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് ചോദ്യം വരുന്നുണ്ട്. അന്നേരം നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.